ഹായ് ആൻഡ് ഹലോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മഷ്റൂം, അതായത് കൂൺ പുലാവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം പുലാവ് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് എളുപ്പത്തിൽ ഒരു പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അതായത് അതിന് ഞാൻ 1 കപ്പ് ബാസ്മതി റൈസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് മല്ലിയില, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു സവോള സ്ലൈസ് ചെയ്തത്, 3-4 പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തത്, പിന്നെ കറുവപ്പട്ട ഒരു 3 കഷ്ണം, ഏലക്ക ഒരു 6-7 ഗ്രാമ്പു ഒരു 5 കഷ്ണം, പിന്നെ ഒരു പാക്കറ്റ് മഷ്റൂംസ്. മഷ്റൂം പുലാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വേറെ ഒരു വെജിറ്റബിൾ ആഡ് ചെയ്യുന്നില്ല. ഒരു പാക്കറ്റ് മഷ്റൂംസ് നമുക്ക് പാക്കറ്റായിട്ടാണല്ലോ വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിങ്ങനെ സ്ലൈസ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് സ്ലൈസ് ചെയ്ത്, പിന്നെ ഞാനിപ്പോൾ 1 കപ്പ് ബാസ്മതി റൈസിന് 2 കപ്പ് വെള്ളം, പിന്നെ നെയ്യും ഉപ്പും ഇതും കൂടെ വേണം. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ മഷ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്കേ. അപ്പോൾ മഷ്റൂം പുലാവിന് ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ നിറത്തിൽ വറുത്ത് ഞാനതങ്ങ് മാറ്റുകയാണേ. എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് നെയ്യിൽ നിന്ന്, ഇപ്പോൾ നെയ്യ് മാത്രമേ ഞാൻ അതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും നമുക്ക് ഓയിലൊന്നും വേണ്ട. കറക്റ്റ് നെയ്യ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ കൂടെ തന്നെ അതിപ്പോൾ ഒന്ന് എണ്ണയിലിടുമ്പോൾ തന്നെ നല്ലതായിട്ട് അതങ്ങ് ചൂടായിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായതുകൊണ്ട് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട. അതിനകത്തോട്ട് നമുക്ക് ഒരു സവാള അരിഞ്ഞതും പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഇങ്ങനെ ഏത് വെജിറ്റബിൾസ് വെച്ച് വേണമെങ്കിലും നമുക്ക് പുലാവ്സ് ഉണ്ടാക്കാം. അത്ര എളുപ്പമാണ് പുലാവ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ മഷ്റൂം നല്ല ഒരു ടേസ്റ്റ് തരും. റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ വേണമെങ്കിൽ മഷ്റൂമിലൂടെ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ആയിരുന്നെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ അത്രയും വെജിറ്റബിൾസ് കുട്ടികൾക്ക് കഴിക്കാനും പറ്റും നമ്മൾ പുലാവ് റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അല്ലാതെ കഴിക്കാൻ പിള്ളേർക്ക് ഇച്ചിരി മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ ഗുണങ്ങളും കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ ആവുന്ന വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്ത് എടുക്കണം സവോളയും. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി, അതല്ലെങ്കിൽ പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരണം. നെയ്യ് നല്ല ചൂടായതുകൊണ്ട് എളുപ്പം ഇത് മൂത്തോളൂ. ഒരു 1 മിനിറ്റ് കൊണ്ട് നമുക്കിതിനെ മൂപ്പിച്ചെടുക്കാം. കുറച്ച് നെയ്യ് ഇതിനകത്ത് കൂടുതൽ വേണം, എന്നാലേ ആ റൈസും കൂടെ കുക്ക് ചെയ്ത് വരുമ്പം ആ നെയ്യുടെ ടേസ്റ്റ് എല്ലായിടത്തും കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഷ്റൂം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തില്ലല്ലോ, ഉപ്പും കൂടെ ഇപ്പോൾ നമുക്ക് മഷ്റൂമിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പം അതങ്ങ് സീലായിക്കോളും, അധികം വെള്ളം ഇറങ്ങില്ല. അതിനാണ് നല്ല ഹൈ ഹീറ്റിലിട്ടിട്ട് ഒന്ന് മഷ്റൂമിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഒട്ടും പ്രയാസമില്ലാത്തൊരു റെസിപ്പിയാണ് ഇത്. ഏത് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. മഷ്റൂമും റൈസും കൊണ്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അതാണ്. ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ മഷ്റൂംസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ മഷ്റൂമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇതുപോലെ പറഞ്ഞുതരാം. ഡെക്കറേഷനോ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ഈ ഫ്രൈ ചെയ്ത മഷ്റൂംസിനെ ഒന്ന് 2-3 മാറ്റി വെച്ചാൽ നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് നമുക്ക് കാണാൻ പറ്റത്തില്ല മഷ്റൂമിനെ ഇങ്ങനെ ഈ ഷേപ്പിൽ. അതങ്ങ് കുറച്ചും കൂടെ ചുങ്ങിപ്പോവും. പിന്നെ ഇപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ സ്ട്രെയിൻ ചെയ്ത് വെച്ച റൈസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത റൈസ് നമുക്ക് റൈസിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഈ നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് പൊട്ടുന്ന പരുവത്തിൽ വരെ ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം.
ഇപ്പോൾ മഷ്റൂം റൈസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് മെഷർ ചെയ്ത് വെച്ച് ഏകദേശം 1 കപ്പിന് 2 കപ്പ് വെള്ളം, ചെറിയൊരു ചൂടുവെള്ളം വേണം ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനെ ഒന്ന് ബോയിൽ ചെയ്യാൻ അനുവദിക്കുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് സിമ്മറിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് മതി. അപ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂം പുലാവ് റെഡിയാവും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം തിങ് പ്രഷർ കുക്കറിൽ ചെയ്യാം. ഒരൊറ്റ വിസിൽ, ഇതുവരെയുള്ള പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മീഡിയം തീയിലിടണം. മീഡിയം തീയിലിട്ടിട്ട് ഒരു വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ നല്ല പെർഫെക്റ്റ് പ്രഷർ കുക്കർ മഷ്റൂം പുലാവും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് വേണം തീ കുറച്ചിടാനായിട്ട്. അപ്പോൾ നമ്മുടെ പുലാവൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ കവർ ചെയ്തിട്ട് ഇനി തീ കുറച്ചിട്ടിട്ട് നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മഷ്റൂം പുലാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ അരിയൊക്കെ നല്ല വിട്ട് നിൽപ്പുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ നല്ല വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർണിഷായിട്ട് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ മഷ്റൂമും മല്ലിയിലയും റൈസും സ്പൈസസും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. പറ്റുന്നവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ.